നമസ്കാരം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ കൈവശം ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഡോക്യുമെന്റ്സ് ആണ് 26AS ഉം AS ഉം. ഇത് നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. 26AS ൽ എന്തൊക്കെ വിവരങ്ങളാണുള്ളത്? നമ്മുടെ TDS, TCS ഇവയെ സംബന്ധിച്ച വിവരങ്ങളാണ് 26AS ൽ. എന്നാൽ AS ൽ കാണുന്നത് നമ്മുടെ ഇൻകം സംബന്ധിച്ച എല്ലാ റിപ്പോർട്ടുകളും അതിനകത്ത് വരും. ഏതൊക്കെയാണ് ഇൻകം? സാലറി ഉണ്ടാകാം, ഇൻട്രസ്റ്റ് ഉണ്ടാകാം, നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താൽ ഉണ്ടാകുന്ന ഇൻകം സംബന്ധിച്ച വിവരങ്ങളുണ്ടാകാം, GSTയുടെ ടേൺ ഓവർ ഉണ്ടാകാം, അതുപോലെ തന്നെ നമുക്ക് ഷെയർ ട്രേഡിംഗ് ഉണ്ടെങ്കിൽ ആ ഷെയർ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇൻകം ഉണ്ടാകാം. ഇനി ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങളുണ്ടാകാം. നമ്മൾ ഏതെങ്കിലും ഗെയിമിങ്ങിലോ ലോട്ടറിയിലോ ഒക്കെ പങ്കെടുത്ത് നമുക്ക് ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ AIS ൽ ഉണ്ടായിരിക്കും. AIS ലും TAS ലും കാണുന്ന ഡേറ്റ ആയിരിക്കും മിക്കപ്പോഴും നമ്മൾ ഓൺലൈനായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ പ്രീ ഫിൽഡ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നമ്മുടെ എംപ്ലോയർ തരുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, ഫോം 16, അതിലും ഒരു ഡേറ്റ ഉണ്ടാകും. ചില സമയത്ത് ഈ ഫോം 16ലുള്ള ഡേറ്റയും AIS ലുള്ള ഡേറ്റയും മിസ്മാച്ചായി കാണപ്പെടുന്നുണ്ട്. റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്കിതൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കൺഫ്യൂഷൻ എങ്ങനെ ഒഴിവാക്കാം? നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ കാണുന്നത് ഈ പ്രീ ഫിൽഡ് ഡേറ്റ ആയിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ ആക്ച്വൽ ഇൻകത്തേക്കാൾ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നമ്മുടെ ഇൻകം സംബന്ധിച്ച മുഴുവൻ ഡേറ്റയും കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ ലോവർ ഇൻകം വെച്ച് നമുക്കിപ്പോൾ അങ്ങ് ITR ഫയൽ ചെയ്യുകയും ചെയ്യാം, പിടിക്കപ്പെടില്ലല്ലോ എന്ന്. എന്നാൽ അത് തെറ്റാണ്. നമ്മുടെ എല്ലാ ഇൻകവും എപ്പോഴെങ്കിലുമൊക്കെ IT ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തുക തന്നെ ചെയ്യും. നിയമപ്രകാരമുള്ള ഇൻകം ടാക്സ് നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് നോട്ടീസ് വരികയും ചെയ്യും. അതുകൊണ്ട് ITR ഫയൽ ചെയ്യും മുമ്പ് AIS നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നന്നായി ഒന്ന് വെരിഫൈ ചെയ്യണം. എന്തെങ്കിലും മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. അതിനുവേണ്ടിയുള്ള ഓപ്ഷൻസ് ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ തന്നെ ഉണ്ട്. ഇത്തരത്തിലുള്ള മിസ്മാച്ച് എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാനാകും എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ITR ഫയലിംഗ് സ്വന്തമായി എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ആദ്യ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും മുകളിൽ കാണുന്ന I ബട്ടണിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി സ്വന്തമായി ITR നിങ്ങൾക്ക് തന്നെ ഫയൽ ചെയ്യാം എന്നുകൂടി ഇതിനോടൊപ്പം ഓർമ്മപ്പെടുത്തുന്നു. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നോക്കുക, നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം റിട്ടേൺ ഫയൽ ചെയ്യാനായി തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു മെസ്സേജ് പോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ട്. എന്താണ്? ഇൻകം ടാക്സ് റിട്ടേൺ ഈസ് പ്രീ ഫിൽഡ് ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ അവൈലബിൾ ഫോർ പ്രീ ഫില്ലിംഗ് ഓൺ ഫയലിംഗ്. ദെയർ മേ ബി സിറ്റുവേഷൻസ് വെയർ സച്ച് ഇൻഫർമേഷൻ മേ നോട്ട് ബി കംപ്ലീറ്റ്. ഒരുപക്ഷെ ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആകണമെന്നില്ല. ദ ഫെസിലിറ്റി ഓഫ് പ്രീ ഫില്ലിംഗ് ഈസ് ഓൺലി ഫോർ പ്രൊവൈഡിംഗ് അസിസ്റ്റൻസ് ടു ദ ടാക്സ് പേയേഴ്സ് ഫോർ ഫയലിംഗ് ദെയർ ITR. നമുക്ക് ITR ഫയൽ ചെയ്യുന്നതിനുള്ള ഒരു സഹായം മാത്രമാണ് ഈ പ്രീ ഫില്ലിംഗ് ആയിട്ടുള്ള ഡേറ്റ. പ്ലീസ് വെരിഫൈ ദ പ്രീ ഫിൽഡ് ഡേറ്റ വിത്ത് യുവർ റെക്കോർഡ്സ് ആൻഡ് AIS ഓർ TAS ബിഫോർ ഫൈനലൈസിങ് ആൻഡ് സബ്മിറ്റിംഗ് ദ ITR. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ITR ഫൈനലായി സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായി ഇതിൽ തന്നിരിക്കുന്ന പ്രീ ഫിൽഡ് ഡേറ്റ കറക്റ്റ് ആണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. യു ഹാവ് ദ ഓപ്ഷൻ ടു മേക്ക് ചേഞ്ചസ് ടു പ്രീ ഫിൽഡ് ഡേറ്റ. ഈ പ്രീ ഫിൽഡ് ഡേറ്റ ചേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് എന്തുണ്ട്? ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ആ ഓപ്ഷൻ പ്രയോജനപ്പെടുത്തി ഈ തന്നിരിക്കുന്ന പ്രീ ഫിൽഡ് ഡേറ്റയിൽ എന്തെങ്കിലും എറേഴ്സോ മിസ്മാച്ചോ കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തണം എന്നാണിത് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ പ്രീ ഫിൽഡ് ഡേറ്റ കറക്റ്റ് ആയിരിക്കണം എന്നില്ല. AIS ൽ ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാകാം. അപ്പോൾ ആ മിസ്റ്റേക്ക് തിരുത്തുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഓക്കെ കൊടുക്കുന്നു. നമുക്ക് ആദ്യം AIS ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ AIS ഇവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാണ്. AIS പ്രൊസീഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മളൊന്ന് വായിച്ചു നോക്കുക. ഇതിൽ രണ്ട് രീതിയിലുള്ള റിപ്പോർട്ടുണ്ട്. ഒന്ന് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടാക്സ് പെയർ ക്യാൻ പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഓൺ ഇൻഫർമേഷൻ ഡിസ്പ്ലേഡ് ഇൻ AIS. ഈ AIS ൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസിൽ നമുക്ക് ഫീഡ്ബാക്ക് നൽകാം. മീൻസ് എന്തെങ്കിലും എറേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഫീഡ്ബാക്കിലൂടെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അടുത്തത് ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറിയാണ് TIS. ഓരോ കാറ്റഗറി വൈസായിട്ട് തന്നിരിക്കുന്നതിൻ്റെ ഒരു അഗ്രിഗേറ്റഡ് ഇൻഫർമേഷൻ സമ്മറിയാണ്. ആ സമ്മറി ഒന്ന് നോക്കിയേക്കുക. അതാണ് ടാക്സ് ഇൻഫർമേഷൻ സമ്മറി അഥവാ TIS എന്ന് പറയുന്നത്. നമ്മളിവിടെ AIS ൽ ക്ലിക്ക് ചെയ്യുകയാണ്. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയുണ്ട്. ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറി അഥവാ TIS എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. ഈ AIS ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിൽ വെച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. അതിൽ ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ടാകും. ആ ഇൻട്രസ്റ്റും ഈ AIS ൽ തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടും ഒന്ന് തന്നെയാണോ എന്ന് പരിശോധിക്കുക. അതിലെന്തെങ്കിലും മിസ്മാച്ച് വന്നാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്.
അതുപോലെ തന്നെ സാലറി, നമ്മുടെ സാലറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന എമൗണ്ടും ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ടും തമ്മിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടോ എന്നും പരിശോധിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് AES ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF ആയിട്ട് അത് ഡൗൺലോഡായി വരും. ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പാസ്വേഡ് കൊടുക്കണം. ഈ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ പാൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഒരുമിച്ച് എഴുതുന്നതാണ്. പാൻ നമ്പർ സ്മോൾ ലെറ്ററിലായിരിക്കണം, ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ എഴുതുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല. എനിക്ക് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഈ കംപ്ലയിൻസ് പോർട്ടലിൽ നോക്കി എഡിറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ സാലറിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഈ എമൗണ്ട് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയാണ് ആദ്യം ക്ലിക്ക് ചെയ്യുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് ഇവിടെ വന്നു. നമുക്കിനി ഫീഡ്ബാക്ക് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? ഈ ഫീഡ്ബാക്കിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിസ്മാച്ച് ആയിട്ടുള്ള എമൗണ്ടിൻ്റെ ആക്ച്വൽ ഫിഗർ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതല്ല നമ്മുടെ സാലറി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷണൽ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സാലറിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മാറ്റേണ്ടത്. അപ്പോൾ ഫീഡ്ബാക്ക് ടൈപ്പ് ഇവിടെ ചോദിക്കുകയാണ്. ആദ്യത്തത് ഇൻഫർമേഷൻ ഈസ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ഇൻകം ഈസ് നോട്ട് ടാക്സബിൾ, നമുക്കങ്ങനെ ടാക്സബിൾ ഇല്ലാത്ത ഇൻകം എന്തായാലും സാലറിയിലില്ല. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. അടുത്ത് നോക്കുക, ഇൻഫർമേഷൻ ഈസ് നോട്ട് ഫുള്ളി കറക്റ്റ്. അതായത് ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഫുള്ളി കറക്റ്റ് അല്ല, അതിൽ ചില വ്യത്യാസങ്ങൾ, ചില എമൗണ്ട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഫർമേഷൻ ഈസ് നോട്ട് ഫുള്ളി കറക്റ്റ്. അല്ലെങ്കിൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു അതർ പാൻ ഓർ ഇയർ. ഇപ്പോൾ നമ്മുടെ പാൻ നമ്പർ അല്ല, മറ്റൊരാളുടെ പാൻ നമ്പറിലുള്ള ഇൻകം ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ കയറി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻഫർമേഷൻ റിലേറ്റ്സ് ടു അതർ പാൻ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അടുത്തത് ഇൻഫർമേഷൻ ഈസ് ഡ്യൂപ്ലിക്കേറ്റ് ഓർ ഇൻക്ലൂഡഡ് ഇൻ അതർ ഇൻഫർമേഷൻ. ഒരേ ഇൻഫർമേഷൻ തന്നെ ഡ്യൂപ്ലിക്കേഷൻ വരാം. ഇൻഫർമേഷൻ ഈസ് ഡിനൈഡ്, ഈ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയി ഞാൻ ഡിനൈ ചെയ്യുന്നു. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ഫീഡ്ബാക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഫീഡ്ബാക്ക് ശ്രദ്ധിക്കുകയും ഈ ഫീഡ്ബാക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ ഒന്നുകൂടി വെരിഫൈ ചെയ്തതിന് ശേഷം ഫൈനലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സപ്ലൈ ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഇൻഫർമേഷൻ ഈസ് നോട്ട് ഫുള്ളി കറക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഗ്രോസ് സാലറിയാണ്. ഇത്രയും ഇല്ല. സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് ഇതല്ല എന്ന് വയ്ക്കുക. നമുക്കൊരു 12,35,450 നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ എഡിറ്റ് ചെയ്യുന്നു. നമ്മൾ എഡിറ്റ് ചെയ്ത് ആ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ സബ്മിറ്റ് ചെയ്യുന്നില്ല, ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എങ്ങനെയാണിത്? ഫീഡ്ബാക്ക് കൊടുക്കുന്നത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ക്യാൻസൽ ചെയ്യുന്നു. വീണ്ടും നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ സമ്മറിയിലേക്ക് പോവുകയാണ്. TIS സെലക്ട് ചെയ്യുന്നു. അടുത്ത നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത് ഇൻട്രസ്റ്റ് ഫ്രം ഡിപ്പോസിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ആണെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് സെലക്ട് ചെയ്യാണ്. ഇവിടെ 673 രൂപയാണ് കിടക്കുന്നത്. എന്നാൽ ഇത്രയും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിൽ കൂടുതലുണ്ടായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് സെലക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ആ ഫിഗർ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഫിഗർ ഒന്നും കൂടി സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ AISലേക്ക് വന്നിരിക്കുകയാണ്. ഇത് AIS ആണ്. ഈ AIS പേജിലാണ് നമ്മൾ കറക്ഷൻസ് വരുത്തുന്നത്. ഇവിടെ നമ്മൾ ഓപ്ഷണൽ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഫീഡ്ബാക്ക് ടൈപ്പ് എന്താണ്? നമുക്കിത് തെറ്റാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എന്താണ്? ഇൻഫർമേഷൻ ഈസ് നോട്ട് ഫുള്ളി കറക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സേവിങ്സ് ആണോ, റിക്കറിംഗ് ആണോ, ടൈം ഡെപ്പോസിറ്റ് ആണോ, ഏതാണെന്ന് സെലക്ട് ചെയ്യും. നമുക്ക് സേവിങ്സ് തന്നെ സെലക്ട് ചെയ്യാം. ഇവിടെ ഈ എമൗണ്ട്, ആ മിസ്മാച്ച് വന്നിരിക്കുന്ന എമൗണ്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം 673 ഇല്ല, 150 രൂപയേ ഉള്ളൂ എങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഇത് മാറ്റി അവിടെ 150 ആക്കിയതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇനി മറ്റേതെങ്കിലും ഒരു ഐറ്റം നമുക്ക് എടുക്കാം. ഇവിടെ നോക്കുക, ഇവിടെ ഇൻഫർമേഷൻ റിലേറ്റ്സ് ടു അതർ പാൻ ഓർ ഇയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻഫർമേഷൻ റിലേറ്റ്സ് ടു അതർ പാൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമ്മുടെ സ്വന്തം പാനാണോ അതൊരു മറ്റുള്ളവരുടെ ആണോ അത് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് സെൽഫ് ഓർ അതേഴ്സ്. അതിനുശേഷം ആ പാൻ നമ്പർ എൻ്റർ ചെയ്യുന്നു. ആ പാനിലെ നെയിം ഓട്ടോമാറ്റിക്കായി ഇവിടെ വന്നിരിക്കും. റിലേഷൻഷിപ്പ് കൊടുക്കുന്നു. മറ്റൊരാളുടെ പാനാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് കൊടുക്കുന്നു. ഫിനാൻഷ്യൽ ഇയർ ഇത് തന്നെയാണ്. എമൗണ്ട് എത്രയാണ് വന്നിരിക്കുന്നത്, ആ എമൗണ്ട് അധികമായി വന്ന എമൗണ്ട്, മറ്റൊരാളുടെ പാനിലുള്ള എമൗണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഫിനാൻഷ്യൽ ഇയറിലുള്ള എമൗണ്ട് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇയർ സെലക്റ്റിന് ശേഷം ഇവിടെ എമൗണ്ട് കൊടുക്കാം. അല്ല, ഇയറിലല്ല വ്യത്യാസം, പാൻ നമ്പറിൽ മാത്രമാണ് വ്യത്യാസം എന്നുണ്ടെങ്കിൽ ആ പുതിയ പാനിൽ എത്ര രൂപയാണ് വന്നിരിക്കുന്നത് ആ എമൗണ്ട്, ആ മിസ്മാച്ചായി വന്നിരിക്കുന്ന എമൗണ്ട് ഇവിടെ കാണിച്ചതിന് ശേഷം അതിനെ നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, വീണ്ടും ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ ഇൻഫർമേഷൻ ഈസ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ മറ്റൊന്നും ചെയ്യേണ്ട. ഇൻഫർമേഷൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് ചെയ്യുക. അവിടെ മറ്റ് ഡാറ്റ ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് AISലുള്ള തെറ്റുകൾ തിരുത്താൻ കഴിയും.
ഈ AISലുള്ള തെറ്റ് നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള AIS നമുക്ക് ലഭിക്കുന്നതാണ്. ആ AIS വച്ച് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇതിനൊന്ന് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.